അപ്പൊ ഇന്ന് കർക്കിടക മാസം തുടങ്ങിയല്ലേ. കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും അല്ലാണ്ട് ശരിക്കൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു മാസാണ് നാട്ടില് എല്ലാവരും രാമായണം വായിക്കുന്നത്. നിങ്ങൾക്ക് അറിയോ എന്തുകൊണ്ടാ ശരിക്കും നമ്മൾ രാമായണം വായിക്കണേന്ന്? ഇതിനെപ്പറ്റി ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായ. കർക്കിടക മാസം ശരിക്കും പഞ്ചമാസം എന്നാ പറയുന്നത്. മലയാള കാലണ്ടറിൽ ഏറ്റവും ലാസ്റ്റ് മന്ത് ആണ്. പഴയ കാലത്ത് നാട്ടിൽ ഈ ഒരു സമയത്ത് ഭയങ്കര മഴയും ഒരുപാട് കൃഷി നഷ്ടവും ഒരുപാട് അസുഖങ്ങളും ഭയങ്കര വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ള സമയമാണ്. അപ്പം ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസും സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പം ആൾക്കാര് ഓട്ടോമാറ്റിക്കലി ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഭയങ്കര ഒരു പേടിയുള്ള ഒരു സമയമായിരുന്നു. ഒരു ഒറ്റപ്പെട്ടൊരു ഫീലിംഗ്. അപ്പം നമ്മുടെ സോൾ, നമ്മുടെ ആത്മാവ് ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കുന്ന സമയത്ത് ആണ് നമ്മൾ ഈ ഒരു സ്പിരിച്വൽ, അതായത് ഭക്തി, അതായത് സ്പിരിച്വൽ ബുക്സ് ഒക്കെ നമ്മൾ വായിക്കുന്നത്. അറൌണ്ട് 16th സെഞ്ചുറി, ഇപ്പം ഒരു 500-600 ഇയേഴ്സ് അഗോ, തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു അവരുടെ, പക്ഷെ ആരാണ് എന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പഠിച്ചപ്പോഴാണ് മനസ്സിലായി. പഴയ കാലത്തൊക്കെ രാമായണം ശരിക്കും അധ്യാത്മ രാമായണമായിരുന്നു. ഇപ്പൊ നമ്മൾ നാട്ടിൽ വായിക്കുന്ന, മലയാളത്തിൽ വായിക്കുന്ന അധ്യാത്മ രാമായണ കിളിപ്പാട്ട് വേർഷൻ ആയിരുന്നില്ല. അപ്പം ഒറിജിനൽ അധ്യാത്മ രാമായണം സംസ്കൃതത്തിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്ലാസ്, അപ്പർ ക്ലാസ് ബ്രാഹ്മിൺസിന് മാത്രമേ അറിയുള്ളൂ. അവർക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ. അപ്പം എഴുത്തച്ഛന്റെ ഫിലോസഫി ആയിരുന്നു ഒരു ഭക്തി മാർഗത്തില് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പം ഈ സംസ്കൃതത്തിലുള്ള ബുക്കുകള് എഴുത്തച്ഛൻ ഒരു കിളിപ്പാട്ട്, അതായത് ഒരു ഒരു കിളി പാടുന്ന പോലെ, ഒരു പാട്ട് പോലെ ആക്കി. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്ത് വായിക്കാൻ വേണ്ടിയും ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ വേണ്ടി. അപ്പം ആ ഒരു സമയത്ത് സംസ്കൃതം അറിയണം എന്നുണ്ടായിരുന്നില്ല. ഒരു രാമായണോ അല്ലെങ്കിൽ ഒരു മഹാഭാരത ബുക്ക് വായിക്കണമെങ്കിൽ, അതിന്റെ കഥ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം പോയി സംസ്കൃതം വായിച്ചിട്ട് വരണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഇങ്ങനെ ചെയ്തത്. ഇത് ചെയ്ത ഉടനെ അപ്പം കർക്കിടക മാസം വന്ന സമയത്ത് ആൾക്കാർ ഇത് വായിക്കാൻ തുടങ്ങി. വീട്ടുകളിൽ വായിക്കാൻ തുടങ്ങി. എല്ലാവരും വീട്ടിൽ കൂടി ഒരുമിച്ച് നിന്ന് ഫുൾ ഫാമിലി ആയിട്ട് വായിക്കാൻ തുടങ്ങി. അതൊരു ഫാമിലി ഗ്യാതറിംഗ് ആയിപ്പോയി. പിന്നെ പതുക്കെ പതുക്കെ ഇതൊരു അമ്പലത്തില് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അമ്പലങ്ങളിൽ ഈ ഒരു മാസം രാമായണം വായിക്കും. അപ്പം ഫുൾ 31 ദിവസത്തിൽ ഫിനിഷ് ചെയ്യാൻ നോക്കും. ശരിക്കും രാമായണം വായന ഒരു തെറപ്പി പോലെയായി. എല്ലാവരും, ചെറിയ പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഈ കർക്കിടക മാസം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം അത് വായിച്ച് ആ ഒരു സമയം എൻജോയ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാ ശരിക്കും രാമായണം തന്നെ എന്തുകൊണ്ടാ വായിക്കുന്ന ആൾക്കാര്? എന്തുകൊണ്ടാ? ഇപ്പം ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് പേരെ ബുക്സ് ഉണ്ടല്ലോ. മഹാഭാരതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, അതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എങ്ങനെയാണ് ഈ രാമായണം തന്നെ വായിക്കണം എന്നുള്ളൊരു ഡിസിഷൻ വന്നേ, അല്ലെ? അപ്പം ശരിക്ക് രാമായണത്തിനെക്കാളും പേഴ്സണലി ലോസ് ഒരാൾക്ക് ഉണ്ടായ ഒരു ബുക്കില്ല. ശരിക്ക് രാമായണത്തില് ശ്രീരാമന് ഒരു യുദ്ധമായിരുന്നില്ല, ശരിക്കുള്ളൊരു യുദ്ധമായിരുന്നില്ല. ഫുൾ ലൈഫ് സിംഹാസനം നഷ്ടപ്പെട്ടു, വീട്ടിൽ നിന്ന് മാറി കാട്ടിലേക്ക് പോണ്ടി വന്നു. അതോ 1-2 വർഷമൊന്നുമല്ല, 14 വർഷം. അതുമാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് ഭാര്യയായിട്ട്, സീതാദേവിയായിട്ട് പിരിഞ്ഞു നിൽക്കേണ്ടി വന്നു. ശരിക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും ഒറ്റപ്പെടുത്തി രാമനെ, അല്ലെ? എന്നിട്ട് പോലും ആ ഒരു തെറ്റും ചെയ്യാണ്ട് ഇരിക്കുന്ന ഒരാളെ ഇത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പോലും ഒരിക്കലും രാമൻ ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടില്ല. ആ ധർമ്മത്തിന്റെ മാർഗം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പൊ ശരിക്കും ശ്രീരാമന്റെ സിറ്റുവേഷൻ ആലോചിക്കുവാണെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. അതൊക്കെ നഷ്ടപ്പെട്ട ഒരു സമയമായിരിക്കും. പക്ഷെ എന്നിട്ട് പോലും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ഒരു വിശ്വാസം കാരണമാണ് ഫൈനലി എല്ലാം കിട്ടിയത്, അല്ലെ? അപ്പം ഐ തിങ്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇപ്പം ആൾക്കാരെ ഒരു ബാഡ് സിറ്റുവേഷൻ, ഇത്രയും ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്, അസുഖങ്ങളുള്ള സമയം, ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്തൊക്കെ ഈ ബുക്ക് വായിക്കാൻ പറയുന്നത്. ബിക്കോസ് ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ശ്രീരാമന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഒരു ക്യാരക്ടർ ഇത്രയും ഹാർഡ്ഷിപ്പ്, ഇത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നതെന്നും
ആ ഒരു സമയത്ത് ശ്രീരാമന്റെ മനസ്സിൽ എന്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ചിന്തിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ. അപ്പം ഐ തിങ്ക് അതുകൊണ്ട് തന്നെ ആയിരിക്കണം വേറെ ബുക്കൊന്നും ഇപ്പൊ മഹാഭാരതം ആണെങ്കിലും മഹാഭാരതം ഭയങ്കര ഒരു യുദ്ധം ഉള്ളൊരു ബുക്കാണ്. പൊളിറ്റിക്സ് ആണ്, സ്വന്തം ആൾക്കാരായിട്ടുള്ള പൊളിറ്റിക്സ് ആണ്, സ്വന്തം കസിൻസ് തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ആ ഒരു സമയത്ത് അർജുനനുള്ള കൺഫ്യൂഷൻ, സ്വന്തം ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടുവോ എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റാ. അപ്പം അത് നമുക്ക് ഈ കർക്കിടകം മാസം അത്രയും ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല അല്ലെ. ഇപ്പൊ രാമായണമാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു സമയത്ത് രാമായണം വായിക്കുന്നത്. എസ്പെഷ്യലി അമ്പലങ്ങളിലൊക്കെ രാമായണ വായന തുടങ്ങും. അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാനും ഇപ്രാവശ്യം ആദ്യമായിട്ട് രാമായണം വായിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനത് എനിക്ക് മലയാളം ഫുള്ളായിട്ട് വായിക്കാൻ അറിയില്ല. അപ്പം മലയാളത്തിന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായിരിക്കും വായിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ചെറുപ്പത്തില് ഈ ഒരു സമയമാകുമ്പം അച്ഛനും അമ്മയൊക്കെ രാമായണം വായിക്കുന്നതും ഇപ്പം കിളിപ്പാട്ട് എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ തന്നെ ഒരു ട്യൂൺ ഉണ്ടായിരുന്നു. അപ്പൊ ചില സമയത്ത് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോണൊക്കെ വരുവാണെങ്കിൽ അച്ഛൻ്റെ ആ ട്യൂൺ തെറ്റും. എന്നിട്ട് ആ ട്യൂൺ പിന്നെയും പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛന് ഒരു സെയിം സെന്റൻസ് 2-3 പ്രാവശ്യം പറയേണ്ടി വരും. പക്ഷെ അതൊക്കെ ആ സമയത്തൊന്നും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു നോസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. എന്തായാലും ഈ പ്രാവശ്യം വായിച്ചു നോക്കണം. പറ്റുന്നത്ര മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പ്ലസ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യും. അപ്പം എല്ലാവർക്കും ഹാപ്പി രാമായണ മാസം. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.